ആക്സിഡൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് നോവേർ അതൊരു ഡ്രാമയില്ല, ഒന്നുമില്ല. ഇറ്റ്സ് വെരി നമ്മൾ 150 എത്തിക്കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്റ്റേബിൾ. അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നു 180 എത്തി. സൺബാത്തിങ് എനിക്ക് എൻ്റെ ആവശ്യമില്ല, എനിക്കറിയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഇങ്ങനത്തെ ഒരു വാഹനം, ഇങ്ങനത്തെ ഒരു സ്ഥലം എന്തുകൊണ്ടായിക്കൂടാ? ദിസ് ഇസ് ദ ഓൾ ന്യൂ മിനി കൂപ്പർ എസ് കൺവേർട്ടിബിൾ. സോ ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവിൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിവ്യാമ്പ് ചെയ്ത മിനി കൂപ്പർ എസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണാം. ആ മിനി കൂപ്പർ എസിൻ്റെ കൺവേർട്ടിബിൾ വേരിയൻ്റാണ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ശരിക്കും പറയാം നമ്മുടെ നാട്ടിൽ വന്നേക്കുന്ന 3rd ജനറേഷൻ മിനി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇത് വേൾഡ് വൈഡ് 4th ജനറേഷനാണ്. ഇതൊരു കംപ്ലീറ്റ്ലി റിവാമ്പ് ഡിസൈനാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൂപ്പർ എസിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കൂപ്പർ എസിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആ മിനി ബാഡ്ജ് കാണാം. ആ ഒരു കോപ്പർ ഫിനിഷോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്രിൽ പാറ്റേൺ വന്നേക്കുന്നു. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്, ഇറ്റ്സ് വെരി നൈസ്. നമുക്കിവിടെ റഡാർ കാണാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇവിടെ വന്നേക്കുന്നത്. അല്ല ഒരു കർവി നേച്ചറായിട്ട് അകത്തോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എസിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. താഴെയും ഈ ഗ്രിൽ പാറ്റേൺ വന്നേക്കുന്നു. അത്യാവശ്യം എയർ ഫ്ലോ ചെയ്യാനുള്ള ഗ്രിൽ പാറ്റേണാണ് വന്നേക്കുന്നത്. ക്ലാംഷെൽ ആയിട്ടുള്ള ബോണറ്റാണ് വന്നേക്കുന്നത്. അതിൽ ലൈറ്റിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. LED ലൈറ്റ്സാണ് വന്നേക്കുന്നത്. പക്ഷേ ആകെ മൊത്തം നോവെയർ ഒരു മിനിയുടെ ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. ഇറ്റ് ഈസ് വെരി സിമിലർ ബട്ട് വെരി ഡിഫറെൻറ്റ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അൺമിസ്റ്റേക്കബ്ലി മിനി തന്നെയാണത്. പക്ഷേ ആ മിനി എന്നുള്ള പേരിൽ നിന്ന് ശരിക്കും പറിച്ച് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ട് BMW വന്നതിന് ശേഷം. 3.9 മീറ്റേഴ്സ് അടുത്തുണ്ടായത്. sub 4 മീറ്റർ ഒരു കോമ്പാക്ട് SUV വലിപ്പുണ്ട് സാധനത്തിന്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷനും ഇതിൻ്റെ ഒരു ആകമത്തുള്ളൊരു ഷേപ്പും കാരണം വെച്ചിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല. മിനിയുടെ ഒരു മെയിൻ പ്രത്യേകതയായിരുന്നു ടയേഴ്സ് 4 കോർണറിലേക്ക് പോയേക്കുന്നത്. ആ ഡിസൈൻ കോൺസെപ്റ്റ് ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് വെരി സിമിലർ. ടയേഴ്സ് ഇപ്പോൾ കൂപ്പർ എസിൽ നിന്ന് ചെറിയായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് ടയേഴ്സ് ഉണ്ട്. ഇതൊരു ഡിസൈനാണ്, വേറൊരു ഡിസൈനുണ്ട്. 18 ഇഞ്ച് വീൽസുമായിട്ടുണ്ട്. ഈ ഒരു മോഡലിലേക്ക് 4 കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഇവരുടെ നേരത്തെ ഉണ്ടായാൽ തന്നെ ഓഷ്യൻ വേവ് ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലൂയിഷ് ഗ്രീനിഷ് വൈറ്റിഷ് ആയിട്ടൊരു കളർ. അതാണ് നമ്മൾ ചെയ്ത വീഡിയോ. ലിബിൻ മേടിച്ച വണ്ടി അത് തന്നെയാണ്. ഇതാണ് ഒരു റെഡ്, ചില്ലി റെഡ് എന്നാണ് പറയുന്നത്. ഒരു വെരി വൈബ്രൻ്റ് ആയിട്ടൊരു യെല്ലോ ഉണ്ട്. സണി സൈഡ് യെല്ലോ എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ ഇവരുടെ OG കളറായിട്ടുള്ള ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ. ദാറ്റ് ഈസ് പേഴ്സണലി മൈ ഫേവറേറ്റ് കളർ. ഐ ലവ് ദാറ്റ്. പക്ഷേ കാണാനായിട്ട് ഇതൊരു കൺവേർട്ടിബിൾ ആയതുകൊണ്ട് റെഡും യെല്ലോ ആണ് വെരി നൈസ് ഫങ്കി കളേഴ്സ്. കൂപ്പർ എസിൽ നിന്ന് ഒരു മാറ്റം വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഹൈറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തമായിട്ടൊരു പ്രപ്പോർഷൻ കുറച്ചും കൂടെ ബാലൻസ് ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു മെക്കാനിസം വന്നിട്ടുള്ളതുകൊണ്ട് ബാക്കിലേക്കൊരു 3 മില്ലിമീറ്റർ ഓവർ ഹാങ് കൂടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ് ഇൻ ദ ഡയമെൻഷൻസ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പഞ്ചാബി പാട്ട് കേൾക്കുന്നുണ്ടാവും. അവിടെ കുറച്ച് ടീം എത്തിയിട്ടുണ്ട്. നല്ല കള്ളുടിയാണ്. വണ്ടിയും പാർക്ക് ചെയ്തിട്ട് ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ഡു നോട്ട് ഡ്രിങ്ക് ഇൻ പബ്ലിക് പ്ലേസസ്, ഡു നോട്ട് ക്രിയേറ്റ് ന്യൂസൻസ്. ചെയ്യരുത് കേട്ടോ, ഡോണ്ട് ഡു ഇറ്റ്. സോ കമ്മിങ് ബാക്ക് ടു ദ റിവ്യൂ. ബാക്കിലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടേക്കുന്ന ഏറ്റവും നല്ലൊരു മാറ്റം വന്നേക്കുന്നത്. ആ ഒരു പുതിയ ഡിസൈൻ ടെയിൽ ലൈറ്റും ഈ ഒരു കണക്ഷനും എല്ലാം തന്നെ പോയിരിക്കുന്നു. വെൽ ഡൺ മിനി. തിരിച്ച് തന്നെ ആ ക്ലാസിക് ഷേപ്പുള്ള ലൈറ്റ്സ് വന്നിട്ടുണ്ട്. യൂണിയൻ ജാക്കിൻ്റെ ഡിസൈൻ ഇപ്പോഴും കാണാൻ പറ്റും. ബട്ട് ദിസ് ഡിസൈൻ, ദിസ് ഇസ് ക്ലാസിക് മിനി. ദിസ് ലുക്സ് പെർഫെക്റ്റ്. ബൂട്ട് ഇപ്പോൾ ഓപ്പൺ ആവുന്ന രീതി മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്. ഇത് അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റുന്നൊരു ഫ്ലാപ്പ് തന്നെയാണ്. 80 kg വരെ വെയിറ്റ് താങ്ങാൻ പറ്റും. പിക്നിക് സീറ്റാണെന്ന് പറയാൻ പറ്റും. പക്ഷേ നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി വെയിറ്റ് കുറച്ചുള്ളവർക്ക് ഇരിക്കാൻ പറ്റും. 215 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ ബാക്കിലത്തെ 2 സീറ്റും മലത്തിയിട്ടിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും. സോ നമുക്ക് ലഗേജ് സ്പേസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു ഓപ്പണിംഗ് ഭയങ്കര ചെറുതായി പോയിട്ടുണ്ട്. അതിനോട് 2 ലാച്ച് കാണാൻ പറ്റും. ഈ ലാച്ച് റിലീസ് ചെയ്തിട്ട് ഇതിനെ പൊക്കാം. ഇപ്പോൾ ഈ ടോപ്പ് താന്നിരിക്കുന്നത് അത് പൊങ്ങൂല. പക്ഷേ അങ്ങനത്തെയും കുറച്ചും കൂടെ ഒരു കസ്റ്റമൈസബിൾ, കുറച്ചും കൂടെ ഒരു വേരിയബിൾസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇറ്റ് ഇസ് ഗ്രേറ്റ്. നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് കാണാം. ഡോർസാണ് ഫസ്റ്റ്. ഫുള്ളി വൈഡ് ഓപ്പണിംഗ് ഡോർസാണ്. ആൻഡ് ഇറ്റ്സ് ഹ്യൂജ് ഓൾസോ. കാരണം ഇതൊരു കൺവേർട്ടബിൾ ആണ്. ബാക്കിലേക്കുള്ള എൻട്രി കൂടെ നോക്കണം. കയറി ഇരിക്കാനും ഇറങ്ങാനൊക്കെ ഇതിപ്പോൾ കൺവേർട്ടബിൾ ആയിട്ട് തുറന്നിട്ടുള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ആൻഡ് വെരി കംഫർട്ടബിൾ ഓൾസോ. കമ്മിങ് ടു ദ ഡ്രൈവേഴ്സ്, ഭയങ്കര ചങ്കി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതായത് കൂപ്പറസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്ക പറഞ്ഞു. ആൻഡ് ഡിസൈനൊക്കെ വെരി സിമിലർ, സെയിം തന്നെ. നമുക്ക് ആ കോപ്പർ ഫിനിഷ്ഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലും ആ സെയിം എലിമെൻറ്റ് വന്നേക്കുന്നു. ഇവിടെ വന്നേക്കുന്ന ഈ ഒരു
ഫാബ്രിക് തേർഡ് സ്പോക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ഹൈലൈറ്റ്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് അലോട്ട്. എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി റെട്രോ, ഇറ്റ്സ് വെരി ന്യൂ, ഇറ്റ്സ് വെരി ഫ്രഷ്, വെരി ഡിഫറെൻറ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഫീൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ബാക്കി ഫിറ്റ് ആൻഡ് ഫിനിഷിങ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഇറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെ നത്തിങ് ടു റൈറ്റ് ഹോം അബൌട്ട്, പക്ഷേ ഇറ്റ്സ് വെരി നൈസ്, ഇറ്റ്സ് പ്രീമിയം. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വന്നേക്കുന്നു. നിങ്ങൾക്ക് ഫോൺ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രാപ്പ് നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാൻ പറ്റും. 2 കപ്പ് ഹോൾഡേഴ്സ് വന്നേക്കുന്നു. ഇവിടെ ഒരു ചെറിയ കബി ബോക്സ് വന്നേക്കുന്നു. ഇറ്റ്സ് വെരി സ്മോൾ, പക്ഷെ നമുക്ക് അത്യാവശ്യം ഉള്ള നിക്നാക്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. അതിൻ്റെ ബാക്കിലേക്കും ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതൊരു ഹാൻഡ് റെസ്റ്റ് മാത്രമാണ്. ഇത് അനങ്ങയോ തുറക്കാനോ ഒന്നും പറ്റില്ല. ഇതിൻ്റെ താഴെ 2 USB പോർട്ട് വന്നേക്കുന്നു. ഒരു 12 വാട്ടിന് സോക്കറ്റ് വന്നേക്കുന്നു. ഇവിടെയാണ് ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ടോഗിൾ സ്വിച്ച് എല്ലാം വന്നേക്കുന്നത്. ഈ ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഞാൻ പറഞ്ഞുതരാം. ഡാഷ്ബോർഡ് ഫുൾ ഇപ്പോൾ ഫാബ്രിക്കാണ്. ഇവിടെയും ആ ഒരു ഡിസൈൻ എലിമെൻറ്റ് വന്നേക്കുന്നു. പിന്നെ ഇതും ഒരു ജോയ്സ്റ്റിക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റുന്ന ഇറ്റ്സ് വെരി നൈസ്. ഇതിൻ്റെ ബാക്കിലൊരു ചെറിയ പീസ് കാണാൻ പറ്റും. അതൊരു പ്രൊജക്ടറാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ പ്രൊജക്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ ഈ 2 സൈഡിലേക്കും വരും. അതും ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി എക്സ്പീരിയൻസ്. ദാറ്റ് ഇസ് സംതിങ് നൈസ്. ഇവിടെ സ്പീക്കേഴ്സിൻ്റെ ഇതൊക്കെ നമുക്ക് മുകളിലൊക്കെ വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു സൺവൈസറും കാണാം. അതിൻ്റെ ഉള്ളിലൊരു വളരെ ചെറിയ കണ്ണാടിയും. ഓൾ മിനി തിങ്സ്. സീറ്റ്സും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ 2 ഡിസൈൻ കളേഴ്സ് വരുന്നുണ്ട്. ഇത് ബ്ലൂ ആണ്. ഇത് കൂടാണ്ട് മറ്റൊന്നും കൂടി വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സും കാര്യങ്ങളും. ഇവിടെയും സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം മിനി എന്ന് പറഞ്ഞാൽ വെറും മിനി അല്ല, ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ നൈസ് പ്ലേസ്. കമ്മിങ് ബാക്ക് ടു ദ സ്ക്രീൻ, 13.7 ഇഞ്ച് ഡയമീറ്ററിൻ്റെ സ്ക്രീനാണ്. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഏക ഒരു വാഹനം ഇപ്പം മിനിയാണ്. കാരണം റൗണ്ടായിട്ടുള്ള ഡിസ്പ്ലേ വേറൊരു വാഹനത്തിനകത്തുമില്ല. ഈ വാഹനത്തിനകത്ത് കയറുമ്പോൾ തന്നെ ഡാഷ്ബോർഡിലുള്ള ഈ സ്ക്രീനാണ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് വെരി പ്രസൻറ്റ്, ഇറ്റ് ഈസ് ഇൻ യുവർ ഫേസ്. പക്ഷേ ഇറ്റ് ഈസ് സോ ക്രിസ്പ്, സോ നൈസ്, സോ ഇൻറ്റ്യൂട്ടീവ്, ഭയങ്കര റെസ്പോൺസീവാണ്. ഓരോ ടച്ചും ഫീലും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഒരു പ്രത്യേകത മെയിനായിട്ട് വന്നേക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഇരിക്കുന്നത്. ഈ സ്ക്രീനിലേക്കാണ് ആ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതും. എന്നിട്ടും നമുക്ക് വിഷ്വലിന് ഒരു ക്ലാരിറ്റിക്ക് ഒരു കുറവില്ല. ആ ഗ്ലെയർ ഇല്ലാണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗ്ലെയർ കട്ട് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് ഈ സ്ക്രീനിൻ്റെ മുകളിൽ വന്നേക്കുന്നത്. അപ്പോൾ കൺവേർട്ടിബിൾ ആയാലും നമുക്ക് സ്ക്രീനിലേക്ക് ലൈറ്റ് അടിച്ചത് കാണാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. വെൽ ഡൺ മിനി. നേരത്തെ നമ്മൾ കൂപ്പറസ് ചെയ്തപ്പോൾ ഇതിൻ്റെ വേരിയസ് എക്സ്പീരിയൻസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസസ് ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് കാണാം. അത് നമുക്ക് വേരിയസ് എക്സ്പീരിയൻസസ് നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റുന്നത്. ബാലൻസ്, ടൈംലെസ്, വിവിഡ്, പേഴ്സണൽ, ഗ്രീൻ, കോർ ആൻഡ് ഗോ കാർട്ട്. ഇതിൽ ഗോ കാർട്ടും ഗ്രീനും പിന്നെ ബാലൻസും ആണ് ഡ്രൈവ് മോഡ്സ് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. കാരണം അതിലാണ് ചെറുതായിട്ട് പവറിൻ്റെ വന്നേക്കുന്ന വേരിയേഷൻസ് വന്നേക്കുന്നത്. സസ്പെൻഷനിലൊന്നും വേരിയേഷൻ ഇല്ല, പവറിലാണ് വേരിയേഷൻ വന്നേക്കുന്നത്. ബാക്കി എല്ലാ എക്സ്പീരിയൻസസും ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ സ്ക്രീനിൻ്റെ തീമാണ്. ആ സെയിം തീമാണ് നമുക്ക് ഈ ഹെഡപ്പ് ഡിസ്പ്ലേ കാണാൻ പറ്റും. ആ ഹെഡപ്പ് ഡിസ്പ്ലേക്കും ഈ സെയിം തീം ഇൻറ്റഗ്രേറ്റ് ആവും. ഓരോ തീം മാറുമ്പോൾ ആ തീം ലോഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ലോഡ്സ് വിത്ത് എ സ്പെസിഫിക് മ്യൂസിക്. അതിൽ ഏറ്റവും ഫണ്ണായിട്ടുള്ള മ്യൂസിക് ഓബ്വിയസ്ലി നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും, ഈ ഗോ കാർട്ട് മോഡിലാണ്. വെരി നൈസ്. മാരിയോ കാർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ മിനി കൂപ്പേഴ്സിൻ്റെ മെയിൻ ഒരു പ്രത്യേകത തന്നെയായിരുന്നു അതിൻ്റെ ഗോ കാർട്ടിങ് നേച്ചർ. ആ ഒരു വന്നപ്പോൾ തന്നെ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ചെറിയ വണ്ടി. അപ്പോൾ ഇതിനെല്ലാവരും ഗോ കാർട്ട് എന്നാണ് വിളിച്ചിരുന്നത്. സോ ദേ കംപ്ലീറ്റ്ലി ലീൻഡ് ഇൻ ടു ദാറ്റ്. വെൽ ഡൺ, വെരി നൈസ്. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ടോഗിൾ സ്വിച്ചസ് മുഴുവൻ വന്നേക്കുന്നത്. ഇതാണ് ഡ്രൈവ് സെലക്ട്. വെരി ഡിഫറെൻറ്റ്, വെരി ന്യൂ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു മാർക്കറ്റിൽ അവർ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് ദിസ് ഇസ് ആക്ച്വലി ഇതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ലിബിൻ്റെ വൈഫിന് എടുത്തു കൊടുത്ത് പറഞ്ഞല്ലോ, അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾ ദീസ് സ്മോൾ തിങ്സ്. ഡ്രൈവ് സെലക്ട് കാണാൻ പറ്റും. നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെയാണ്. ഒരു സ്വിച്ച് പോലെ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ആൻഡ് യു ക്യാൻ എനി ഡയറക്ഷൻ യു ടേൺ ഇറ്റ്സ് കെൻസ് ഓഫ് ആൻഡ് ഓൺ ഓൾസോ. ഇറ്റ്സ് വെരി നൈസ്. ഇതാണ് എക്സ്പീരിയൻസ് സ്വിച്ച്. ഇത് വോളിയം കൺട്രോളിൻ്റെ. ഇവിടെ താഴെ അഡാസിൻ്റെ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾസ് ചെയ്യാനുള്ള ബട്ടൺ കാണാൻ പറ്റും. പാർക്കിൻ്റെ റിയർ വ്യൂ ക്യാമറേൻ്റെ എമർജൻസി, പിന്നെ AC-യുടെ മാക്സും റെയറും ഡീഫോഗറായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മച്ച് കോമ്പീറ്റഡ് ആയിട്ടുള്ള റെയർ സീറ്റാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ലാച്ച് കാണാം. അത് പുള്ളി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് പോകും. ഇതിപ്പോൾ കൺവേർട്ടിബിൾ ആയതുകൊണ്ട് കയറാനും ഇറങ്ങാനും ബാക്ക് സീറ്റിലേക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആ റൂഫ് ഉണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും ഓബ്വിയസ്ലി. പക്ഷേ ഇത് ഇല്ലാണ്ട് ഇപ്പോൾ കയറാനും ഇറങ്ങാനും വളരെ സിമ്പിളാണ്. നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി എവിടെ ഇരിക്കാൻ പോകുന്നതൊക്കെ നോക്കി ഇതൊക്കെ പൊക്കണം, അല്ലെങ്കിൽ ബാക്കിൽ ഇടിക്കും. എന്നിട്ട് നമ്മൾ ഇരിക്കുന്നു, എന്നിട്ട് ഈ സീറ്റ് തിരിച്ചിടുന്നു. ഇതിൽ പിന്നെ ഫീച്ചർ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ബാക്കിൽ വന്നിരിക്കുന്നത് നമ്മുടെ കാല് ടൈറ്റ് ആയിട്ടെന്ന് കാണുന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാനൊരു കറക്റ്റ് ആംഗിളിലുള്ള, പക്ഷെ ഒന്ന് ടൈറ്റായിട്ട് അത് റിലീസാവും. ബട്ട് ഫ്രണ്ട് സീറ്റ് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു.
ബാക്ക് സീറ്റ് കംഫർട്ടബിൾ അല്ല, ഒരു അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്ന ഒരു രീതിക്കും നമുക്ക് കംഫർട്ടബിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. പിള്ളേർ ഇരുന്നാലും അവരും തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷേ ദേ വോണ്ട് ബി കംപ്ലൈനിങ് എ ലോട്ട്. ബാക്കിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കാണാം, ഇവിടെ ഒരു ചെറിയ ഫോൺ വെക്കാനോ എന്നതായിട്ടൊരു ചെറിയ പീസ് ഉണ്ട്, സീറ്റ് നടുക്കായിട്ട് എടുത്ത് വന്നേക്കുന്നു. ആൻഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ കൺവേർട്ടർ റൂഫൊക്കെ താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇഫ് യു ആർ സിറ്റിംഗ് ലൈക്ക് ദിസ്, ഈ സാധനം ഇങ്ങോട്ട് വല്ലാണ്ട് തള്ളിയിട്ട് ഇറ്റ്സ് എ വെരി അൺകംഫർട്ടബിൾ പ്ലേസ് ടു ബി ഇൻ. ലോങ് ഡ്രൈവ്സ് ഒന്നും ചിന്തിക്കേണ്ട, ഷോർട്ട് ഡ്രൈവ്സ് ജസ്റ്റ് ടു റീച്ച് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. മിനീസ് ആർ മിനീസ് ബൈ, ഇറ്റ്സ് ലോട്ട് ഓഫ് ഫൺ. നല്ല രസമാണിത്. അതും ലൂസ് മണ്ണും ലൂസ് സാൻഡും ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ കളിക്കും. ട്രോട്ടിൽ ചെയ്യുമ്പോൾ തന്നെ ടോർക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ടോക്ക് സ്റ്റിയറിംഗ് എന്ന് പറയും. അതായത് നമ്മൾ വല്ലാണ്ട് ആക്സിലേഷൻ കൊടുത്തതിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ, അല്ലെങ്കിലാണെന്ന് പേടിയാവുക. ഓക്കെ, ഇനിയിപ്പോൾ റൂഫ് ഓപ്പൺ ചെയ്ത് ഓടിക്കലാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ സംഭവം. നമ്മൾ രാജസ്ഥാനിൻ്റെ സണ്ണിലുള്ളത്, പക്ഷേ ഇന്നിവിടെ വിൻ്റർ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ബാധിക്കുന്നില്ല. ഇനി നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റും. 40 കിലോമീറ്റർ താഴെ ആയിരിക്കണം. പക്ഷേ വെച്ച് കഴിഞ്ഞാൽ 18 സെക്കൻഡ്സ് കൊണ്ടാണ് ഇത് അടയുന്നത് ഫുള്ളായിട്ട്. ഇങ്ങനെ ടൈം ചെയ്ത് നോക്കിക്കോ. എല്ലാം ഒരു നീറ്റ് പാക്കേജ് ആയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി അടഞ്ഞു, മൊത്തം ഇരുട്ടായി. ഇനി തുറന്നാലോ നമുക്ക്. ഇതൊരു സൺറൂഫ് മോഡ് കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻസിന് സൺറൂഫ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ വാഹനത്തിലുണ്ട്. സൺറൂഫ് ഉള്ള കൺവെർട്ടബിൾ എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ 2 സ്റ്റെപ്പായിട്ട് ഇപ്പോൾ കൺവെർട്ടബിൾ ഓപ്പൺ ആവുന്നത്. ഒന്നിങ്ങനെ സൺറൂഫായിട്ട് ഓപ്പൺ ചെയ്യാം, മറ്റൊന്ന് ഫുള്ളായിട്ട്. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നത് നമുക്കിത് ക്ലോസ് ചെയ്തേക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് കുറിച്ച് സംസാരിക്കാം. ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഗ്രേറ്റ്, ഒന്നും പറയാനില്ല. സ്റ്റിയറിംഗ് ആണ് അത്യാവശ്യം നല്ല ചങ്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പക്ഷേ ഹൈ സ്പീഡ് കയറുമ്പോൾ അപ്പോഴും ഇച്ചിരി ഇറ്റ്സ് നോട്ട്, അതായത് ഹെവി ആവുന്നില്ല, എപ്പോഴും സോഫ്റ്റിനെ ആയിട്ടിരിക്കുന്നത്. അത് ഇച്ചിരി സ്പീഡ് കയറുമ്പോൾ നമുക്കൊരു അൺറോളി ആയിട്ടൊരു ഫീൽ കിട്ടും. നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു കൺട്രോൾ ഇല്ലാത്തൊരു ഫീൽ കിട്ടും. സ്റ്റിയറിംഗ് ഹെവി ആവണം, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു വാഹനത്തിന് സ്റ്റിയറിംഗ് ഹെവി ആവണം. പക്ഷേ ഇതിൻ്റെ ചങ്കിനെസ് അടിപൊളിയായിട്ടുണ്ട്, വളരെ വൈഡ് ആയിട്ടുണ്ട്, വളരെ വീതിയുള്ള, നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. ബട്ടൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലുതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡ്രൈവർ സെൻട്രിക് കാറായിട്ടും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ല. ബിഗ് നോ. പാഡിൽ ഷിഫ്റ്റേഴ്സ് വേണമായിരുന്നു. ഒന്നാമത്തേത് ഗിയർ ബോക്സ് എവിടേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മാനുവലി ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് എങ്കിലും വേണമായിരുന്നു. റൈറ്റ് നൗ ദർ ഇസ് നോ ഓപ്ഷൻ അറ്റ് ഓൾ ടു ചേഞ്ച് ഗിയേഴ്സ് മാനുവലി. നമുക്ക് ഓരോ മോഡ് ഇടുമ്പോൾ അതിലൊരു വ്യത്യാസം വരുന്നല്ലാണ്ട് വേറെ ഒരു രീതിക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം പറയാം, ഇതൊരു ടാർഗറ്റ് ഓഡിയൻസ് വീണ്ടും പറയുന്നു. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനേഴ്സ്, ഒരു പ്രോപ്പർ സ്പോർട്സ് കാർ, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാറിലേക്ക് ഒരു എൻട്രി പോയിന്റ് എന്ന് വേണമെങ്കിൽ ഈ വാഹനത്തിന് വിളിക്കാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് ഇവരിപ്പോൾ ടാർഗറ്റ് എന്നാൽ കുറച്ചും കൂടെ ഇവർ പെണ്ണുങ്ങളെയാണ്, ലേഡീസിനെയാണ് ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഡിസൈൻ കുറച്ചും കൂടെ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുണ്ട്. ബിക്കോസ് ലേഡീസ് ലവ് ദിസ് കാർ. എൻ്റെ വൈഫിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറാണ്. ശ്രീകാന്തിൻ്റെ വൈഫിൻ്റെ വണ്ടിയാണ് ഓൾറെഡി. ലിബിൻ്റെ വൈഫിന് ആ വണ്ടി മേടിച്ചു കൊടുത്തു. സോ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനമാണ് മിനി. സോ they've definitely leaned into that. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും. സീറ്റ്സ് ആണ്. പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം വൈഡാണ്, തൈ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ നല്ലൊരു ബോൾസ്റ്റേഴ്സ് വന്നിരിക്കുന്നു. നമ്മൾ വി ആർ സ്റ്റക്ക് ഇൻ പ്ലേസ്. സീറ്റ് ബെൽറ്റ്സും വെച്ചിട്ട് പിടിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ പ്ലേസ് ടു ബി. പിന്നെ ബാക്കിയുള്ള എർഗണോമിക്സ് ആണ്. എർഗണോമിക്സ് നമുക്കെല്ലാം റീച്ചബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. പിന്നെ നമുക്ക് ഈ സ്ക്രീനിലാണ് എല്ലാം വന്നേക്കുന്നത്. പക്ഷെ നമുക്കത് ഇൻട്രൂസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എളുപ്പം എല്ലാം ചെയ്യാൻ പറ്റും, കാരണം അത്യാവശ്യം വലുതാണ്, ലെജിബിൾ ആണ്, റീഡബിൾ ആണ്. ഇനി ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇത്രയും കട്ട വെയിലത്തും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ്, ഞാൻ മോഡ്സ് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഗോ കാർട്ടിംഗ് മോഡിലേക്ക് വരാം. ഗോ കാർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാലാണ് ഈ വാഹനത്തിന് ഏറ്റവും ഫൺ പുറത്തേക്ക് വരുന്നത്. 204 bhp ആണ്, 300 Nm ടോർക്കും. ഇത് 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ ടർബോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ പറയുന്നത് ട്വിൻ പവർ ടർബോ എന്നൊക്കെയാണ്. പക്ഷേ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിൻ സ്ക്രോൾ ടർബോ ആണ്. അതായത് 2 ഇൻലെറ്റ് ഉണ്ട്. അതായത് എക്സോസ്റ്റ് ഗ്യാസ് ആ ടർബോൻ്റെ ഉള്ളിലേക്ക് കയറാൻ 2 ഇൻലെറ്റ് ഉണ്ട്. ആ 2 ഇൻലെറ്റിനും ദർ ആർ സെപ്പറേറ്റ് സ്ക്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുന്ന സാധനം, ആ ടർബൈൻസ്, 2 സെപ്പറേറ്റ് ടർബൈൻസ് ഉണ്ട്. അതും
അവർ ഫയറിംഗ് റേഷ്യോ വെച്ചിട്ട് സിലിണ്ടർ മാറിയിട്ടാണ് വരിക. അത് 1ഉം 4ഉം 2ഉം 3 ഒരുമിച്ച് അങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരിക. അപ്പോൾ എഫക്റ്റീവ്ലി എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ എഫിഷ്യൻസി, മോർ പവർ, മോർ ലോ എൻഡ് ടോർക്ക്. അതായത് ടർബോ ലാഗ് ഇല്ലാണ്ട് നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ ഈ ടർബോ ലാഗ് കിട്ടുന്നതിന് മുന്നേ നമുക്ക് വിൽ ഗെറ്റ് ദാറ്റ് പവർ. അതാണ് ഈ ട്വിൻസ് പവർ അല്ലെങ്കിൽ ട്വിൻസ് സ്ക്രോൾ ടർബോൻ്റെ ഒരു ഗുണം. ഇറ്റ് സോ ക്വിക്ക്, ഇറ്റ്സ് സോ നൈസ്. നമുക്ക് ഹൈ സ്പീഡ് കോർണറിൽ ഒന്നൊരു പ്രശ്നമേ ഇല്ല. നമ്മളിപ്പോൾ ഗോയിങ് അറ്റ് എ സ്പീഡ് ഓഫ് അറൗണ്ട് നമ്മൾ ആക്സിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് നോ വെയർ അതൊരു ഡ്രാമയില്ല, ഒന്നുമില്ല. സ്പീഡ് നമ്മൾ 150 എത്തിക്കഴിഞ്ഞു. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്റ്റേബിൾ. അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നു 180 എത്തി. പക്ഷെ ഇത് ഇന്ത്യയിലല്ല കേട്ടോ ഈ റോഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റോഡ്സിൽ സ്പീഡ് ലിമിറ്റ് മുറിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫൺ. ഇനി വരുമ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ കാണിച്ച ബ്രേക്കിംഗ് ആണ്. അപ്പോൾ 180 തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം വളരെ റെസ്പോൺസീവ് ആണ്, വെരി ക്വിക്ക്. ആൻഡ് അതൊക്കെ ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാനത് ചെയ്യാൻ തന്നെ കാരണം ഐ ആം 100% കോൺഫിഡൻറ്റ് എന്തെങ്കിലും മുന്നിൽ വന്നാൽ തന്നെ ഐ വിൽ ബി ഏബിൾ ടു ബ്രേക്ക്. കാരണം 4 വീലും ഡിസ്ക് ബ്രേക്സ് ആണ്, അത്യാവശ്യം വലിയ ഡിസ്ക് ബ്രേക്സ് ആണ്. ആൻഡ് ഇറ്റ് വിൽ സ്റ്റോപ്പ് ഓൺ ദ ടൈം. അവിടെ നിൽക്കും വണ്ടി. സോ നമുക്ക് ആ കോൺഫിഡൻസ് ആണ് ഈ വാഹനത്തെ നമ്മൾ പുഷ് ചെയ്യാൻ കൂടുതൽ നമ്മളെ പുഷ് ചെയ്യുന്നത്. അതായത് ഈ വാഹനം ഏർജസ് യു ടു ഡ്രൈവ് ഫാസ്റ്റർ, ഡ്രൈവ് ക്വിക്കർ. ഇപ്പോൾ ഈ വളവൊക്കെ നമ്മൾ ഇങ്ങനെ ആക്സിലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണെന്നുള്ളൊരു ഫീലേ കിട്ടുന്നില്ല. ഇറ്റ്സ് സോ നൈസ്. ഡൈനാമിക്സും കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. നമുക്ക് ഒരു രീതിക്കും നമുക്കൊരു ഫിയറോ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഉണ്ടാവുന്നില്ല. 16.39 ആണ് ഇവരുടെ മൈലേജ് പറയുന്നത്. ഇവരുടെ മൈലേജ് അത്രയ്ക്കൊന്നും മറ്റേ റിയൽ വേൾഡ് കണ്ടീഷനിൽ കിട്ടിയില്ലെങ്കിലും ഐ ഫീൽ അറ്റ്ലീസ്റ്റ് മോർ ദാൻ 14 എന്തായാലും കിട്ടിയിരിക്കും. സ്പിരിറ്റഡ് ഡ്രൈവിംഗ് ആണെങ്കിലും അതൊരു 12-13 റേഞ്ച് തന്നെ കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്, വിച്ച് ഇസ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു വാഹനത്തിന് ഗ്രേറ്റ്. ഇനി ഇതിൻ്റെ എൻഡ് പോയിന്റ്, ഇതിൻ്റെ വാല്യൂ ഫോർ മണി പ്രോപ്പോസിഷൻ. ഇവർ പറയുന്നു ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കൺവേർട്ടബിൾ ആണെന്ന്. ദാറ്റ് ഈസ് obviously it is going to be less than 70 lakhs. എനിക്ക് ഫീൽ ചെയ്യുന്നു ദിസ് ഇസ് ഗോൺ ടു ബി പ്രൈസ് ബിറ്റ്വീൻ 45 and 55 lakhs. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു പ്രൈസ് പോയിന്റ്. ആ പ്രൈസ് പോയിന്റ് എന്തായാലും ഇറ്റ്സ് ഗ്രേറ്റ്. ഇറ്റ്സ് എ വെരി ടോട്ടലി ഫൺ ടു ഡ്രൈവ് കാർ. പ്രോപ്പർ പ്രപ്പോസൽസ് ആയിട്ടുണ്ട്. ഉണ്ടായിരുന്ന മിനി കൂപ്പറിൻ്റെ 1-2 പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. സോ ഐ ഫീൽ ദിസ് റൈറ്റ് നൗ ഈസ് ദ മിനി. ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ മിനി, go for it, no doubt. It's total fun to car. I'm loving it. എനിക്ക് മിനീസ് പണ്ടേ ഇഷ്ടമാണ്. I'm loving this car. I want one. So, thank you for watching Flywheel മലയാളം. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് and enjoy wheeling.